ുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് നാളുകൾ കുറയായി. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ബ്രദറെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് വന്നത്? നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലയോ? പ്രൈസ് ഗോഡ്. വിടുവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലയോ പാസ്റ്റർ നമ്മൾ വന്നത്? ഹല്ലേലൂയ. ദൈവം എന്നെ അനുഗ്രഹിച്ച് വാലല്ല തലയാക്കുന്ന കേട്ടിട്ടല്ലയോ വന്നത്? ഹല്ലേലൂയ. അങ്ങനല്ലേ വന്നത്? എന്നിട്ട് എവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്? ഹല്ലേലൂയ. നാള് കുറയായി ഇല്ലയോ ഇതിന്റെ അകത്തൊക്കെ ഇറങ്ങിയിട്ട് അനുഗ്രഹം പ്രാപിക്കണ്ടേ? ഇന്ന് പകലിൽ അത് പ്രാപിക്കണം. Praise God. Praise God. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ പിന്തുടരുമെന്നല്ല. നാളെ കുറയായില്ലേ അതിനെ പിന്തുടരാൻ തുടങ്ങിയിട്ട് ഇന്ന് പകലിൽ അത് നിർത്തിയിട്ട് പറ, എന്റെ പുറകെ വാ. Praise God. ഹല്ലേലൂയ. എൻ്റെ കൊച്ചിനെ കെട്ടിക്കണം, എൻ്റെ കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കണം, എൻ്റെ തലമുറക്ക് ജോലി കിട്ടണം, എനിക്ക് ഇന്ന വിഷയമുണ്ട്, എൻ്റെ കടഭാരം മാറണം, എൻ്റെ ലോൺ അടയ്ക്കണം, എനിക്ക് വീട് വെക്കണം. ഞാൻ എപ്പോഴും പറയും, കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിൻ്റെ അകത്ത് 5-8 കൂട്ടം കാര്യമുണ്ടായിരുന്നു. നിന്റെ രാജ്യം വരണമെന്നും, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമെന്നും, മറ്റുള്ളവനെ സ്നേഹിക്കണമെന്നും, ക്ഷമിക്കണമെന്നും എല്ലാം പഠിപ്പിച്ചു. പക്ഷേ ആകെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അന്നത്തേക്കുള്ള ഇത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കത്തുള്ളൂ. കുടുംബ പ്രാർത്ഥനയിലും എല്ലാ പ്രാർത്ഥനയിലും എന്താ? എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമേ, എൻ്റെ മക്കളെ രക്ഷിക്കണമേ, എൻ്റെ മക്കൾക്ക് വഴി തുറക്കണമേ. എൻ്റെ പ്രാർത്ഥനാ വിഷയം എന്തോ? എൻ്റെ ഡയറി മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക വാക്തത്വം, എന്നെ ആ അവസ്ഥയിലേക്ക് വിടുമെന്നും, എന്നെ അമേരിക്കയ്ക്ക് വിടുമെന്നും, എൻ്റെ മക്കൾ ഡോക്ടറായി മാറുമെന്നും, എഞ്ചിനീയറായി മാറുമെന്നും, ഞാൻ ദുബായി പോകുമെന്നും. ഇതല്ലാതെ ഭാഷ എന്തേലും വിഷയമുണ്ടോ നമ്മുടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ? തമ്പുരാൻ 7-8 വിഷയം പറഞ്ഞു. നമ്മൾ ആകെ എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ഏതാ? അന്നത്തേക്കുള്ള ആഹാരം. നമ്മുടെ പ്രശ്നം അത്ര. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ചിന്തകളൊക്കെ പൊട്ടട്ടെ. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽ അതൊക്കെ മാറട്ടെ. ഹല്ലേലൂയ. തമ്പുരാൻ എന്തോ അവരോട്, ആ മനുഷ്യനോട് എന്തോ പറഞ്ഞേ? നീ ഒന്നും ചെയ്യണ്ട, നിന്റെ കിടക്കെടുത്ത് നടക്ക്. പ്രൈസ് ഗോഡ്. സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്തോ ചോദിച്ചു, അവൻ എന്തോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. എന്തേരാട്ടെ, നീ എടുത്തോണ്ട് പോ, നിന്റെ കിടക്ക് എടുത്തോണ്ട് പോ. പ്രൈസ് ഗോഡ്. കിടക്ക ചുരുട്ടിയെടുത്ത് തോളെ വെച്ചിട്ട് പോയി. അവിടെ എനിക്കൊരു നല്ല സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവിനെ എനിക്ക് കാണാൻ പറ്റി. ഇവൻ്റെ പ്രശ്നം മനസ്സിലായി. നമ്മളാണെങ്കിലും ഉണ്ടല്ലോ, സാധാരണ ഒരു ഗതിയിൽ എന്തെങ്കിലും നമ്മളൊരു നന്മ ചെയ്യാൻ ഒരു മനുഷ്യന് മുമ്പിൽ ചെന്നെന്നിരിക്കട്ടെ, അവനെ ഇന്നങ്ങ് സഹായിക്കണം. ഹൃദയത്തിൻ്റെ അകത്ത് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് അവനെ സഹായിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവൻ കുറേ കുറ്റങ്ങളും കാര്യങ്ങളും എന്നോട് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യുമായിരിക്കും? പാസ്റ്റർ, ഞാൻ ആ വഴി വിട്ടുപോകും, പിന്നെ കൊടുക്കും ഇല്ല. ഞാനൊരു നന്മ ചെയ്യാൻ ചെല്ലുമ്പോൾ, ഞാനൊരു പാസ്റ്ററാണ്, ഞാൻ ചെന്നിട്ട് ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുക. അപ്പോൾ ആ മനുഷ്യൻ നേരത്തെ പ്രാർത്ഥിച്ച പാസ്റ്റർമാരെ കുറേ കുറ്റം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ പിന്നെ ഞാൻ പാസ്റ്റർ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇല്ല. എനിക്ക് എത്ര നിയമം ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ശരിയാവത്തില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ ഇനി യേശു സൗഖ്യമാക്കിയില്ലെന്ന് ഇരിക്കട്ടെ, ഈ മനുഷ്യൻ എന്തായിരിക്കും പറയുന്നത്? പണ്ട് ഒരുത്തനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്, ഭയങ്കര പ്രവാചകൻ, അഭിഷക്തനാന്നൊക്കെ പറഞ്ഞാൽ വന്നത്, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നത് ഇപ്പോഴും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളിങ്ങനെ പരാതി പറയുന്നവരല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ കംപ്ലൈൻറ്റ് ബോക്സാണ് എപ്പോഴും. പ്രൈസ് ഗോഡ്. പക്ഷെ കർത്താവ് എന്തോ പറഞ്ഞത്? കർത്താവിന് ആ മനുഷ്യനോട് അലിവാ തോന്നിയത്. പ്രൈസ് ഗോഡ്. നിന്റെ കിടക്കെടുത്ത് നടക്കാം. ഞാനവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നന്മയും കണ്ടിട്ടല്ല തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ടല്ല നമ്മെ സ്നേഹിക്കുന്നത്. പുറത്ത് തള്ളപ്പെട്ടവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. നമ്മൾ തള്ളപ്പെട്ടവരൊന്ന് പറഞ്ഞേ ഇല്ലേ? തള്ളപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിലൊന്ന് നോക്കിയേ, നമ്മളെ ഒന്ന് നോക്കിയേ. നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കളുമായിട്ട് കമ്പയർ ചെയ്തേ, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നമ്മളെ ഒന്ന് കമ്പയർ ചെയ്തേ, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ നമ്മളെ ഒന്ന് കമ്പയർ ചെയ്ത് നമ്മൾ ഏറ്റവും അതിൻ്റെ അകത്ത് കുറഞ്ഞവരാണ് അല്ലേ? നമ്മുടെ സഹോദരങ്ങളുമായിട്ടൊന്ന് നമ്മളെ കമ്പയർ ചെയ്തേ, നമ്മൾ പോരാത്തവരാണ് ഇല്ലേ? നമ്മുടെ കുടുംബത്തിൽ മറ്റുള്ളവരെ ഒന്ന് ഓർത്ത് നോക്കിയേ, ഭയങ്കര ലെവലിൽ ജീവിക്കുന്നവരാണ്. പക്ഷെ തമ്പുരാൻ ആരോടാ തമ്പുരാൻ മനസ്സ് വന്നേ?